ഹലോ, എല്ലാ ടീച്ചേഴ്സിനും നമസ്കാരം. നമ്മുടെ പുതിയൊരു വേർഷൻ 20.7 അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ ടീച്ചേഴ്സും നിങ്ങൾ ഇന്ന് പോർഷൻ ട്രാക്കർ തുറന്ന് നോക്കുന്ന സമയത്ത് ഇതുപോലെ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് വരും. നിങ്ങളിത് അപ്ഡേറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലെ 20.7 അപ്ഡേറ്റ് ആണ് ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ്റെ അപ്ഡേറ്റ്. ഇതിൽ അപ്ഡേറ്റ് കൊടുക്കാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ പ്ലേ സ്റ്റോറിലേക്ക് വരും. അപ്പോൾ നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്നാണല്ലോ പോർഷൻ ട്രാക്കർ ഡൗൺലോഡ് ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യലും കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങളതിൽ അപ്ഡേറ്റ് കൊടുക്കാം. ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അപ്ഡേറ്റ് അത് 100% ആവുന്ന വരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ അത് അതിൻ്റെ അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കും. ദെൻ അത് 100%ലേക്ക് എത്തും. അങ്ങനെ അത് 100% ആയി കഴിഞ്ഞാൽ അത് ഇൻസ്റ്റാൾ ചെയ്യും. പുതിയ വേർഷൻ്റെ പുതിയ അപ്ഡേറ്റ് പ്രകാരം ഇൻസ്റ്റാളായി. അപ്പോൾ ഇൻസ്റ്റാൾ ആയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ ഓപ്പൺ എന്നുള്ളത് കൊടുക്കുക. ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു പുതിയതായിട്ട് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആദ്യം ലോഗിൻ ഐ ഡി പാസ്വേഡ് അടിക്കണം. കാരണം അതിൽ പുതിയ വേർഷൻസ് അല്ലെങ്കിൽ പുതിയ ഫീച്ചറുകളൊക്കെ ഓൾറെഡി ആഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളിവിടെ എന്ത് ചെയ്യുക, നിങ്ങളുടെ ലോഗിൻ പാസ്വേഡ് അടിക്കുക, ലോഗിൻ ഐ ഡി അടിക്കുക, പാസ്വേഡ് കൊടുക്കുക. പാസ്വേഡ് കൊടുത്തിട്ട് നിങ്ങൾ ആ താഴെ കാണുന്ന റെഡിലുള്ള ലോഗിൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് നോർമലി മുന്നേ ചെയ്യുന്ന പോലെ അത് നിങ്ങൾക്ക് ലോഗിനായിട്ട് ഇങ്ങനെ വരും. അതിൽ സിങ്കിങ് ഡാറ്റ ഓക്കെ കണ്ട. അപ്പോൾ നിങ്ങൾ ഓപ്പൺ അംഗനവാടി തുറന്നു കാണിക്കുക. അംഗനവാടി തുറന്നു, നിങ്ങളുടെ ബാക്കി ഡീറ്റെയിൽസ് ഇതുപോലെ വരും. അപ്പോൾ നിങ്ങൾക്കറിയാം, നമുക്കിപ്പോൾ അംഗനവാടിയിൽ കുട്ടികൾ വരാത്ത കാരണം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണില്ല, അവരുടെ HCM കാര്യങ്ങളൊന്നും മാർക്ക് ചെയ്യണില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അംഗനവാടി തുറന്നു എന്ന് തന്നെ കാണിക്കണം. കാരണം നമ്മൾ ഓൾറെഡി അംഗനവാടികൾ വർക്കിംഗ് ആണ്, കുട്ടികൾ വരുന്നില്ല എന്നുള്ളൂ. തുറന്നു എന്ന് കാണിക്കണം. നിങ്ങൾ അറ്റൻഡൻസ് നിങ്ങൾക്ക് അവിടെ ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. അറ്റൻഡൻസ് നിങ്ങൾക്ക് അവിടെ വേണ്ട. ആക്ടിവിറ്റി നിങ്ങളവിടെ കാണിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ 3 to 6 ഇയറിലെ HCM നിങ്ങൾക്ക് അവിടെ കാണിക്കേണ്ട ആവശ്യമില്ല, കാരണം കുട്ടികൾ വരുന്നില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആകെ THR മാർക്ക് ചെയ്യണം. നമ്മൾ കുട്ടികൾ അവരെ വീട്ടിലാണെങ്കിലും THR കൊണ്ടു കൊടുക്കുന്നുണ്ടല്ലോ, THR നോർമലി മാർക്ക് ചെയ്യണം. അപ്പോൾ തന്നെ നിങ്ങൾ മാർക്ക് ചെയ്യണം. ഓക്കെ. പിന്നെ നമുക്കിപ്പോൾ ഈ പുതിയ അപ്ഡേറ്റിൽ വന്ന കുറച്ച് ചേഞ്ചസ്, നമുക്ക് കുറച്ച് കാര്യങ്ങൾ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒന്നാമത്തെ നമുക്ക് നമ്മൾ CB ചെയ്തിരുന്നതിൽ അവർ ഇൻ്റർഫേസിൽ കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. നമ്മൾ ഇവൻറ്റ്സ് എടുത്തിട്ട് നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഇവൻറ്റ്സിൽ CB എടുക്കുക. CB എടുക്കുമ്പോൾ കണ്ട, നമുക്ക് നോ ഇവൻ്റ് ആഡ്, നമുക്കറിയാലോ നമ്മളിപ്പോൾ ഈ മാസം മെയ് മാസത്തെ CB ഒന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. അപ്പോൾ അതിൽ നമ്മൾ ആഡ് CB എന്ന് കണ്ടില്ലേ, ഇവിടെ നീല കളർ കണ്ട, അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതിൽ ചെറിയ ചേഞ്ച് വന്നിട്ടുണ്ടെന്ന് മുന്നേ ചെയ്തിരുന്ന പോലെ തന്നെ. അതിൽ നമ്മൾ എന്നിട്ട് ഇവിടെ ഡേറ്റ് കൊടുക്കുക, എന്നാണോ CB നടത്തി അന്നത്തെ ഡേറ്റ് ഇടുക. തീം സെലക്ട് ചെയ്യുക. കണ്ട, തീം നമ്മൾ മുന്നേ പറഞ്ഞ പോലെ കണ്ട, അതിലും കാണുമ്പോൾ ഒരു വ്യത്യാസം തോന്നുന്നുണ്ട് നിങ്ങൾക്ക്. അതിൽ നമ്മൾ ഏതാണ് സുബോഷൻ ആണെങ്കിൽ സുബോഷൻ സെലക്ട് ചെയ്യുക. നിങ്ങൾ എന്നിട്ട് അവിടെ താഴെ കാണുന്ന സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതാണ് CB ഇപ്പോൾ നമ്മൾ ചെയ്തിരുന്നതിൽ ചെറിയൊരു ചേഞ്ച് കേട്ടോ. ഒരു ഇതുപോലെ തന്നെ നിങ്ങൾ ഈ മാസത്തിന് ഇപ്പോൾ ഓൾറെഡി നമുക്ക് CB ചെയ്യാനുള്ളത് നമ്മൾ ദിവസമാണല്ലോ, അത് നമ്മൾ ഇട്ട് തരും. അപ്പം നിങ്ങളതനുസരിച്ച് ചെയ്യാം കേട്ടോ. പിന്നെ അടുത്തൊരു ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ VHSND ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ തന്നെ ആ VHSND ക്ലിക്ക് ചെയ്യുക, നിങ്ങൾ ആഡ് കൊടുക്കുക, അതിനും ഡേറ്റ് കൊടുക്കുക, എന്നാണ് നടത്തി കൊടുക്കുക, നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് കൊടുക്കുക, സബ്മിറ്റ് കൊടുക്കുക. VHSND ചെയ്യുന്ന സമയത്ത് മാത്രം നിങ്ങളത് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ. പിന്നെ ഇതിൽ പുതിയതായിട്ടൊരു സംഭവം നമുക്ക് വന്നിട്ടുണ്ട്, നിങ്ങൾ കണ്ടറിയാം. ബെനിഫിഷ്യറി വാക്സിനേഷൻ കണ്ട, ഏറ്റവും താഴെ അറ്റത്ത് കണ്ടില്ലേ, ബെനിഫിഷ്യറി വാക്സിനേഷൻ. അപ്പോൾ അതിൽ നമ്മൾ കുട്ടികൾക്ക് ഓരോ മാസത്തിൽ അല്ലെങ്കിൽ ഇത്ര മാസം കൂടുമ്പോൾ ഓരോ കുത്തിവെപ്പുകളും കാര്യങ്ങളൊക്കെ എടുക്കണമെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ അത് ഇതിൽ രേഖപ്പെടുത്തണം, ഇല്ലെങ്കിൽ ആ കുട്ടിക്ക് അത് എടുത്തിട്ടില്ല എന്നുള്ള രീതിയിലാണ് കൺസിഡർ ചെയ്യുള്ളൂ. അപ്പോൾ ഈ ബെനിഫിഷ്യറി വാക്സിനേഷൻ നമ്മളതൊന്ന് ക്ലിക്ക് ചെയ്യുക. ആ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ കാറ്റഗറി ഒന്ന് കണ്ട, പ്രഗ്നൻറ്റ് വുമൺ വാക്സിനേഷനുള്ള കാറ്റഗറികളാണ് വന്നിട്ടുള്ളത്. 0 to 6, 6 months to 3, 3 to 6. അപ്പോൾ ഈ കാറ്റഗറി നമ്മൾ ആദ്യം പ്രഗ്നൻറ്റ് വുമൺ എടുത്തു. അപ്പോൾ പ്രഗ്നൻറ്റ് വുമണിൽ നമുക്കറിയാം ഡ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമുക്ക് ഇപ്പോൾ ഓൾറെഡി ഇതിൽ പ്രഗ്നൻറ്റ് വുമൺസ് ഉണ്ട്. അതിൽ ഇനി വരാൻ പോകുന്നു, അല്ലെങ്കിൽ ഈ മാസത്തിൽ ഓൾറെഡി ഇനി വരുന്നത് എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഡ്യൂ അവിടെ വരാത്തത്. ചിലപ്പോൾ ഡ്യൂ 2 പലർക്കും വരാം, ആ ലിസ്റ്റ് അവിടെ വരും. കംപ്ലീറ്റഡ് നമ്മളൊന്നും ചെയ്തിട്ടില്ല. ഓവർ ഡ്യൂ നിങ്ങൾ ശ്രദ്ധിച്ചാൽ, ഓവർ ഡ്യൂ ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കേസാണ്. അതായത് നമ്മൾ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ മിസ്സായി പോയതിനാണ് നമ്മൾ ഓവർ ഡ്യൂ എന്ന് പറയാം. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കിയാൽ 4 കുട്ടികളല്ല, പ്രഗ്നൻറ്റ് വുമണാണ്, 4 അമ്മമാരുടെ ഓവർ ഡ്യൂ ആയിട്ടുണ്ട്. അത് നമുക്കപ്പോൾ ഇവിടെ ഇതുമ്പോൾ ക്ലിക്ക് ഹരിദാസ് കണ്ടില്ലേ, അതിങ്ങനെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ TD1 TD2 കണ്ട, ഓവർ ഡ്യൂവിൻ്റെ ഡേറ്റുകൾ വന്നിട്ടുണ്ടോ അവിടെ, നിങ്ങൾ ശ്രദ്ധിച്ചാൽ. അതുപോലെ അടുത്ത കാറ്റഗറി നോക്കാം. ഐശ്വര്യ TS എടുത്തു.
ഓവർ ഡ്യൂ കണ്ട. അപ്പോൾ നമുക്കിതുപോലെ ഓവർ ഡ്യൂ ആയത് ഇതിൽ കാണാൻ പറ്റും. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ചിലപ്പോൾ ഇവർ ഈ പറയണ വാക്സിനേഷൻ എടുക്കുന്നുണ്ടാവും, കഴിഞ്ഞു പോയതൊക്കെ ഇവർ എടുത്തിട്ടുണ്ടാവും. നമുക്കിപ്പോഴാണ് ഇത് പുതിയൊരു ഇവർ കൊണ്ടുവന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓവർ ഡ്യൂമ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഡേറ്റ് ഓഫ് വാക്സിനേഷൻ അടിക്കാം. മനസ്സിലായ? അപ്പം നമ്മൾ വിട്ടു പോയാൽ തന്നെ നിങ്ങളവിടെ ആ ഡേറ്റ് അടിച്ചു കൊടുക്കണം. എന്നാണോ നിങ്ങളവിടെ എടുത്തതെന്നുണ്ടെങ്കിൽ ആ ഡേറ്റ് അടിച്ചിട്ട് നിങ്ങൾ സബ്മിറ്റ് കൊടുക്കണം. ഞാനൊരു ജസ്റ്റ് എക്സാമ്പിൾ കാണിച്ചതാണ്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ വാക്സിനേഷൻ്റെ കാര്യം ശ്രദ്ധിക്കണം. നമുക്കിപ്പോഴാണ് ഈ ഒരു ഇതിലേക്ക് ആഡ് ചെയ്തത്, വാക്സിനേഷൻ്റെ ഷെഡ്യൂൾ ഇപ്പോഴാണ് ഒരു ഇതിലേക്ക് ആഡ് ചെയ്തത് കൊണ്ട് മുന്നത്തെ നമുക്കൊക്കെ ഓവർഡ്യൂ ആയിട്ട് വരാം. ഇപ്പോൾ വേറെ ഇപ്പോൾ നോക്കിയാൽ ഷിബിനയ്ക്കും 3 ഓവർഡ്യൂ ഉണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്തിട്ട് ആ ഡേറ്റ് അടിച്ച് കൊടുത്ത് സബ്മിറ്റ് കൊടുത്ത് കറക്റ്റ് ആവും. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ലിസ്റ്റ് വരും, ഓവർഡ്യൂ വരില്ല. എന്നാണോ വാക്സിനേഷൻ എടുക്കേണ്ടത് എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഇതിനകത്ത് ഇവരെ PM ആയിട്ട് ചേർക്കുമ്പോൾ ഇവരെ ചേർക്കുന്ന ഡേറ്റ് അതിൽ വരുന്നുണ്ട്. അത് പ്രകാരം നിങ്ങൾക്ക് ഡ്യൂ എന്ന് പറഞ്ഞൊരു ലിസ്റ്റ് ഇവിടെ വരും. ഇതിപ്പോൾ ഇതിലില്ലാത്തത് കൊണ്ടാണ് കേട്ടോ, ഡ്യൂ ആർക്കും ഈ വരുന്ന സമയങ്ങളില്ലാത്തതുകൊണ്ടാണ് ഡ്യൂ വരാത്തത്. ആ ഡ്യൂ വരുമ്പോൾ നിങ്ങൾ ആ കറക്റ്റ് ആ സമയത്ത് ഡ്യൂ എന്നാണ് കൊടുത്തിരിക്കുന്നത് ആ സമയത്ത് വാക്സിനേഷൻ ആഡ് ചെയ്താൽ ഈ ഓവർ ഡ്യൂ വരാതെ നിങ്ങൾക്ക് രക്ഷപ്പെടാം. ഇൻകേസ് ഓവർ ഡ്യൂ എന്നാൽ ഇതിൽ പോയിട്ട് ഡേറ്റ് അടിച്ച് കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുക്കണം കേട്ടോ. ശ്രദ്ധിച്ചോളൂ എല്ലാവരും. അപ്പോൾ നമ്മളതുപോലെ വേറൊരു കുട്ടീനെ എടുത്തു. ഈ കുട്ടീനെ നോക്കി നിങ്ങൾ ഓവർ ഡ്യൂ നോക്കിയാൽ എത്ര പേർക്കാന്ന് നോക്കിയാൽ കണ്ട. അപ്പം അത് നമ്മൾ വേറെ ഒന്നും കൊണ്ടല്ല, അതെ ഓവർ ഡ്യൂ എടുക്കേണ്ട ഓരോ സമയങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലേ. അതായത് നമുക്ക് ഈ ഒരു സിസ്റ്റം ഇതിലില്ലാതിരുന്നുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഓവർ ഡ്യൂസ് വരണതെന്ന്. സംഭവം ഈ കുട്ടി ഇതൊക്കെ എടുത്തിട്ടുണ്ടായിരിക്കാം, നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ ഇങ്ങനൊരു സംഭവം ഇതിലില്ലാതിരുന്നുകൊണ്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റാതിരുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓരോ കാറ്റഗറി നിങ്ങളിങ്ങനെ എടുത്ത് നോക്കണം, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഓക്കെ. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, പിന്നെ ഒരു ചേഞ്ച് വരുന്നുള്ളത്, നമ്മളിപ്പോൾ നമ്മുടെ ബെനിഫിഷ്യറിയിൽ പോവുക, അതിൽ പ്രഗ്നൻ്റ് വുമൺ എടുക്കുക. പ്രഗ്നൻ്റ് വുമൺ എന്നപ്പോൾ ഇതിലൊരു നമ്മളെടുത്തു. എന്നിട്ട് നമ്മൾ നോക്കുമ്പോൾ അവിടെ ഒരു ജസ്റ്റേഷൻ വെയിറ്റ് ഗെയിൻ ഓർ ANC ഡീറ്റെയിൽസ് വന്നിട്ട് വന്നേനെ കണ്ട. താഴേന്ന് മൂന്നാമത്തെ ജസ്റ്റേഷണൽ വെയിറ്റ് ഗെയിൻ ഓർ ANC ഡീറ്റെയിൽസ്. അപ്പോൾ നമ്മൾ ഏത് പ്രകാരം എടുത്താലും അത് വരും. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ലാസ്റ്റ് 4 ANC അതിനകത്ത് കാണണ്ട. ആൻറ്റിനെറ്റൽ കെയർ ആണല്ലോ വരുന്നത് ANC എന്ന് പറയുന്നത്. നമ്മൾ കൊടുത്തിട്ടുള്ള 4 ഡേറ്റുകൾ ഇതിൽ കാണിച്ചിട്ടുണ്ട് നോക്കിയാൽ. അപ്പോൾ അതിൽ നമ്മൾ ആഡ് ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ അവരെ ഹൈറ്റ്, വെയിറ്റ്, ഹീമോഗ്ലോബിൻ, ആക്ച്വൽ ANC ഡേറ്റ് ഇത്ര അടിച്ച് നിങ്ങൾക്ക് അവിടെ സബ്മിറ്റ് കൊടുക്കാം. ഇതും നിങ്ങൾ ആ കറക്റ്റ് ടൈമിന് നോക്കി നിങ്ങൾ രേഖപ്പെടുത്തണം. ഇതും ഒരിക്കലും വിട്ടുപോകരുത്. ഓരോ ANC ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏതെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ചെയ്ത് കൊടുത്തിട്ടുള്ള കേസുകളാണെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾ ടൈമിങ്ങിന് ഇത് ഓരോന്ന് ആഡ് ചെയ്ത് കൊടുത്തിരിക്കണം കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്കിങ്ങനെ ജസ്റ്റേഷൻ വെയിറ്റ് ഗെയിൻ ഓർ ANC ഡീറ്റെയിൽസ് വന്നിട്ട് ഇങ്ങനെ ഒരു ഓപ്ഷൻ നമുക്കിവിടെ വന്നിട്ടുണ്ട്. അതിൽ ANC എടുക്കുമ്പോൾ നമുക്കറിയാം, ഒരു ഫസ്റ്റ് ANC എന്ന് പറയുന്നത് ഫസ്റ്റ് ട്രൈമസ്റ്ററാണ്, അതായത് 12 വീക്ക്, ആദ്യത്തെ 12 വീക്ക്. സെക്കൻഡ് ANC എന്ന് പറയുന്നത് 14 to 26 വീക്ക് വരുന്നത്. തേർഡ് ANC എന്ന് പറയുന്നത് 28 to 34 വീക്ക്. ഫോർത്ത് ANC എന്ന് പറയുന്നത് 36 വീക്ക് കഴിഞ്ഞിട്ട്. മനസ്സിലായ? അപ്പോൾ ആ രീതിയിൽ തന്നെ നിങ്ങൾ ANCയുടെ ഇത് കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് പോകണം. ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് നമ്മളെ ഗ്രോത്ത് മോണിറ്ററിങ്ങിൽ ഒരു കൺഫർമേഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു കുട്ടീനെ എടുത്തിട്ട് നമ്മൾ ഗ്രോത്ത് മോണിറ്ററിങ് എടുക്കാമെന്ന് വിചാരിക്കുക. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ കാണിച്ചു തരാം. ഗ്രോത്ത് മോണിറ്ററിങ് നമ്മൾ അടിച്ചു കൊടുക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്കറിയാം, നമുക്ക് ഏപ്രിൽ കഴിഞ്ഞ് മെയിലാണ് കുട്ടീനെ കാണിക്കേണ്ടത്. അപ്പോൾ നമ്മളൊരു കുട്ടിയുടെ എക്സാമ്പിൾ ഇവിടെ കാണിക്കണം നിങ്ങൾക്ക്. അപ്പോൾ നമ്മൾ പ്രൊസീഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോക്കിയാൽ കാണാം, കണ്ട കൺഫർമേഷൻ അവിടെ വരുന്നുണ്ട്. അതായത് നമ്മൾ മറ്റേത് നേരിട്ട് സബ്മിറ്റ് കൊടുക്കാറ്, അതായത് കുട്ടിയുടെ ഹൈറ്റ് ഇത്രയാണെന്നും വെയിറ്റ് ഇത്രയാണെന്നും പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്തത് ഓക്കെ അല്ലേ എന്നൊരു കൺഫർമേഷൻ മെസ്സേജ് കൂടി അവർ തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വളരെ ഉപകാരമാണ്, നോക്കിയിട്ട് ഉറപ്പ് വരുത്തിയിട്ട് കൊടുക്കാം. ഇത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ സബ്മിറ്റ് കൊടുക്കുക, തെറ്റെന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ക്യാൻസൽ കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഗ്രോത്ത് മോണിറ്ററിങ്ങിൻ്റെ ഭാഗത്ത് വന്നിട്ടുള്ളൊരു പുതിയ അപ്ഡേഷനാണ്. ഈ ANCയിൽ നിങ്ങൾ ഒന്നുകൂടി നോക്കുക. ഞാൻ പറഞ്ഞു പ്രഗ്നൻ്റ് വുമണിലെ ജസ്റ്റേഷണൽ വെയിറ്റ് ഗെയിൻ ഓർ ANC ഡീറ്റെയിൽസ് നോക്കുക. അതിൽ ഓൾറെഡി നമുക്ക് ആഡ് ചെയ്യണം ഫസ്റ്റത്തെ കേസ് കണ്ട. ഇതിലവർ പറയുന്നുണ്ട്, പ്ലീസ് എൻ്റർ ദ ANC ഹൈറ്റ് ആൻഡ് വെയിറ്റ് ഓഫ് ബെനിഫിഷ്യറി ഫോർ MCP കാർഡ്. അപ്പോൾ ഇത് MCP കാർഡ് പ്രകാരം നിങ്ങൾ കറക്റ്റായിട്ട് ഇതിൽ ആഡ് ചെയ്ത് പോകണം, ആ ഒരു 4 ആൻറ്റിനൽ കെയർ അനുസരിച്ചിട്ട്. അപ്പോൾ അതിൽ നമുക്ക് ഈ ഗസ്റ്റേഷണൽ വെയിറ്റ് ഗെയിൻ ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലിസ്റ്റായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മളിതിൽ ആഡ് ചെയ്യാത്തതുകൊണ്ടാണ് വരാത്തത്. മറ്റേത് നമുക്ക് ഓരോ ലിസ്റ്റായിട്ട് ഓരോ സമയത്തിൽ നിങ്ങൾക്ക് കാണാനായിട്ടും പറ്റും കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്യുക. ഇപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ വന്നിട്ടുള്ള പുതിയ ചേഞ്ചസ്. കൂടുതൽ അപ്ഡേഷൻസും കൂടുതലും കാര്യങ്ങളും നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും കേട്ടോ. ഇത് ജസ്റ്റ് ഒരു ഓവറോൾ ഐഡിയ തന്നാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ നമ്മൾ അടുത്തത് അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക്
ഇട്ടുതരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.